എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യമൊക്കെ നമുക്ക് നാളെ പറയാം. ഏട്ടാ പ്ലീസ്, ഏട്ടാ ഏട്ടാ പ്ലീസ്. ഹലോ എടി എടി എനിക്ക് ആകെ ടെൻഷൻ ആവുകടി. ഈ കല്യാണമൊന്നും ഇപ്പൊ വേണ്ടായിരുന്നാ തോന്നുന്നേ. നിനക്കറിയാലോ, ഞാൻ ഇതുവരെ ഒരു ആൺകുട്ടിയുടെ മുഖത്ത് പോയി സംസാരിച്ചിട്ട് പോലും ഇല്ല. അബിയോടാണെങ്കിൽ ഹലോ ഹായ് അങ്ങനെ 2 വർത്താനം മാത്രമേ ആകെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരു സംസാരം പോലും ഉണ്ടായിട്ടില്ല. ഈ രാത്രി ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. നീ ടെൻഷൻ ചത്തുപോവേ ഉള്ളൂ. എടി ഈ ഒരു ദിവസം കഴിഞ്ഞാൽ മതി, പിന്നെ കുഴപ്പമില്ല, അതൊക്കെ അങ്ങ് ശീലമായിക്കോളും. പിന്നെ നീ ഒരു വെർജിൻ ആണ്, അതെനിക്കറിയാം. അത് നീ മാത്രം അറിഞ്ഞാ പോരാ, എന്റെ കെട്ടിയവനും കൂടി മനസ്സിലാക്കണം. എന്നുവെച്ചാ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? എടി ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. ആണ്, എന്നാലും ഇങ്ങനൊരു പൊട്ടി, നീ ഒരു കാര്യം ചെയ്, അങ്ങനെയൊന്നും കണ്ടില്ലെങ്കിലേ ബെഡിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു വെക്ക്. ആ കളർ കണ്ടിട്ടെങ്കിലോ മനസ്സിലായിട്ടാ നീ ഒരു വെർജിൻ ആണെന്ന്. ഫോൺ വെച്ചിട്ട് പോടി. എന്തൊരു വൃത്തിയായിട്ടാടി നീ ടി വി കാണുന്നത്? ഇങ്ങനെയുള്ള പാട്ടെല്ലാം കാണാതെ ഞാൻ പറഞ്ഞിട്ടില്ലേ? അച്ഛാ സിനിമയിലെ പാട്ടാ, അല്ലാതെ ഞാൻ വെച്ചല്ല. നിനക്ക് അടുക്കള വേറെ പണിയൊന്നുമില്ലേ? അമ്മയോട് പോയി വല്ല അച്ചടക്കം പഠിക്കടി. വല്ല വീട്ടിൽ കയറിപ്പോളാ പെണ്ണ. ആ അങ്ങനെ നിന്റെ പ്രശ്നം ഏറ്റവും ആയി. ഡാ നാളെ ഇന്ന് തന്നെ നീ നല്ലൊരു പുരുഷനാണെന്ന് തെളിയിക്കണം. ഒരു ധൈര്യത്തിന് വേണമെങ്കിൽ അടിച്ചോ. വേണ്ടളിയാ, ഞാൻ ഇതുവരെ അവളെ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടില്ല. അത് എനിക്ക് എന്തോ ഒരു അതിനിപ്പോ എന്താ. എടാ നീ നേരെ കയറി ചെല്ലുന്നു, നിന്റെ കാര്യങ്ങളൊക്കെ കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. അതാകുമ്പോൾ നിനക്ക് സംസാരിക്കാൻ ഒരു ധൈര്യം ഉണ്ടാവും. അത് മോശമല്ലടാ. ഇത് മോശം. എടാ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്കൊരു വില കിട്ടൂ. അല്ലെങ്കിൽ നീ ഒരു നട്ടലില്ലാത്തവനാണെന്ന് അവൾ വിചാരിക്കും. മോളെ താഴെ പാലെടുത്ത് വെച്ചിട്ടുണ്ടേ. ചേട്ടാ ഇതുകൂടെ കഴിക്കും. ആ ശോഭേ, ഇവക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. നല്ല കൂട്ടരാ, തറവാട്ടുകാരാ. നല്ലതാണെങ്കിൽ നമുക്ക് നടത്തണം. ഇവക്കേ ഇപ്പൊ 19 കഴിയാറായില്ലേ? അമ്മ അത് എന്താടി അമ്മ, അത് നമ്മൾ തീരുമാനിക്കും, നീ അതങ്ങ് അനുസരിച്ചാ മതി. ചേട്ടാ നല്ലതാണെങ്കിൽ അങ്ങ് നടത്തണേ. അത് നല്ലൊരു കാര്യമാണ്. ഞാൻ അവരോട് വരാൻ പറയാം. അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അടുത്ത മാസം കല്യാണം. എന്തേ? പഞ്ചായത്തുകാര് കല്യാണം ഉറപ്പിച്ചു എന്നറിഞ്ഞാലേ ഒരു മാരേജ് കൗൺസിലിങ്ങിന് വിളിക്കും. ഏയ് അതൊന്നും വേണ്ട. അവരോരോന്ന് പറഞ്ഞ് പെണ്ണിനെ വഴിതെറ്റിക്കും. മതിയാക്കിയോ? കഴിക്കേ. മതി. അമ്മ ഞാൻ പുറത്തോട്ട് പോയിട്ട് വരാം. ദേ എവിടെ പോയാലും നേരത്തെ വരണം. അച്ഛന്റെ സ്വഭാവം അറിയാലോ. നീ കല്യാണം ഉറപ്പിച്ച പെണ്ണാണെന്നും കൂടെ ഓർത്തോണം.
അഭിയേട്ടാ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. താനെന്താ ഇങ്ങനെ പേടിക്കുന്നത്? അല്ല, നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. ഇട്ടില്ലേ? എനിക്ക് എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്ന് അറിയില്ല. ആരതി ഒന്നും പറയണ്ട. നമുക്കെല്ലാരും പോലെ കല്യാണത്തിന് മുന്നേ സംസാരിക്കുന്ന ഒരു അവസരമൊന്നും കിട്ടിയില്ലല്ലേ. തന്റെ മുഖം കണ്ട എനിക്കറിയാം തനിക്ക് എന്നെ പേടിയാണ്. പേടിക്കാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ തന്റെ അനുവാദം ഇല്ലാതെ ഞാൻ തന്റെ ദേഹത്ത് തൊടത്തു പോലുമില്ല. പോരെ, ഇനി പറ, എന്താ തന്റെ പ്രശ്നം? അഭിയേട്ടാ, ഞാൻ അച്ഛനോടല്ലാതെ വേറൊരാണുങ്ങളുടെ മുഖത്തേക്ക് സംസാരിച്ചിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ബോയ് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ മാരേജ് ലൈഫ് എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. ഫ്രണ്ട്സ് പറഞ്ഞ കുറച്ച് അറിവ് മാത്രമുള്ള. എടോ, ഇത് തന്റെ ആദ്യത്തെ കല്യാണമല്ലേ? മുമ്പ് കല്യാണം കഴിഞ്ഞ് പരിചയമൊന്നുമില്ലല്ലോ. എന്റെ കാര്യം അങ്ങനെ തന്നെ. നമ്മൾ ഒരുമിച്ച് ഒരു ജീവിതം ജീവിച്ച് തുടങ്ങുമ്പോഴേ അറിയാവൂ അത് മനോഹരമായി മുന്നോട്ട് പോവില്ല. അതല്ല ഏട്ടാ, ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എടോ, ഞാനും താനും ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരാ. തനിക്ക് എന്ത് കാര്യമാണെങ്കിലും എൻ്റെ അടുത്ത് തുറന്ന് പറയാം. അത് നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും. ഏട്ടാ, പക്ഷെ എന്റെ കൂട്ടുകാർ മാരേജ് ലൈഫിനെ പറ്റി പറഞ്ഞത്. ആഹാ, തന്റെ കൂട്ടുകാർ എന്താ പറഞ്ഞ കേക്കട്ടെ? എടി, ഞാനും ഒന്ന് കെട്ടിയതാ. അതിന്റെ അനുഭവ വെളിച്ചത്തിൽ പറയുന്നതേ ഉള്ളൂ. നീ ഇതുവരെയെങ്കിലും ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഒരു സെക്ഷൽ ലൈഫ് എന്താ നിനക്കറിയോ? അതും ഒരു അറേഞ്ച് മാരേജ്. അപ്പോ ഈ കല്യാണം വേണ്ടെന്ന് പറയട്ടെ? ഇടി, നിനക്ക് പ്രാന്തുണ്ടോ? എന്തായാലും ജീവിതത്തിലൊരു കല്യാണം വേണം. അപ്പൊ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ ആണുങ്ങളും ഒരുപോലെയാ. അവർക്ക് എവിടെ കാര്യം നടക്കണം. അത് ചിലപ്പോഴോ റേപ്പ് ചെയ്യുമ്പോഴായിരിക്കും. വെരി പെയിൻഫുൾ. ഞാനൊക്കെ നേരം വെളുക്കും വരെ വേദന സഹിക്കാതെ കരയായിരുന്നു. എന്നിട്ട് അയാളോ കൂർക്കം വിളിച്ചിടന്ന് ഉറങ്ങി. അതുകൊണ്ട് നീ എന്തിനും പ്രിപ്പയർ ആയി വേണം പോവാൻ, കേട്ടോ മോളെ. ഇതൊക്കെയാണ് ജീവിതം, അല്ല നീ വിചാരിക്കും പോലെയൊന്നും അല്ല. തന്റെ ഏത് കൂട്ടുകാരെയാണ് ഈ മണ്ടത്തരമൊക്കെ പറഞ്ഞതെന്ന് പിന്നെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ആ കുട്ടിക്ക് മോശം അനുഭവമായിരിക്കും ഉണ്ടായത്. അതുകൊണ്ടായിരിക്കും എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണെന്നുള്ള ധാരണ ഉണ്ടായത്. എടോ, ആണുങ്ങളെല്ലാം ബലം പ്രയോഗിച്ചല്ല കാര്യങ്ങൾ നടത്തുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഏട്ടാ, ഞാൻ വിചാരിച്ചത് അങ്ങനെയൊക്കെയാ. ഞാൻ സ്വപ്നം കണ്ടതുപോലും അങ്ങനെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. എടോ, സ്വപ്നം കണ്ടത് സ്വപ്നം മാത്രമാണ്. ഇവിടെ ഞാൻ തൻ്റെ അടുത്തുണ്ട്. തനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാം, പേടിക്കണ്ട. എടോ, ഈ ബന്ധം നമുക്ക് രണ്ടുപേർക്കും സന്തോഷമുള്ളതായി മാറണം. പിന്നെ തനിക്ക് എപ്പം വേണമെന്ന് തോന്നുന്നു അപ്പം മതി. എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. അഭിയായിട്ടിപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. എടോ, താനീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ എന്നും തൻ്റെ നല്ലൊരു സുഹൃത്തായിരിക്കും. നമുക്ക് സംസാരിച്ചു തുടങ്ങാം. നാളെ പുതിയൊരു ദിവസം, പുതിയൊരു തുടക്കം.